ഒരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ കോഴിക്കോട്. ഏട്ടൻ്റെ അമ്മയുടെ നാടാണ് കോഴിക്കോട്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനും ഏട്ടനും അനിയത്തിയും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് അമ്മ അനിയനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്ന് അവിടെ 8 മണിക്ക് 8:15 ട്രെയിനായിരുന്നു. ഇച്ചിരി ലേറ്റ് ആയിരുന്നു ട്രെയിൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ അനിയത്തിയുടെ ഫ്രണ്ട്സിനെ കുറച്ച് പേരെ അവിടെ വെച്ച് കണ്ട്. അങ്ങനെ പിന്നെ ട്രെയിനൊക്കെ വന്ന് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി നേരെ കയറിയൊക്കെ ഇരുന്ന് കേട്ടോ. അങ്ങനെ 4:30 ആയപ്പോഴത്തേക്ക് കോഴിക്കോട് എത്തി കേട്ടോ. കോഴിക്കോട് അനിയത്തി പല്ല് വെക്കാനൊക്കെ പോയി. പിന്നെ ഞങ്ങൾ പല്ലൊക്കെ ചെയ്ത് ഫുഡ് ഒരു പാൽച്ചായയൊക്കെ കുടിച്ചിട്ടോ. പിന്നെ അവിടുത്തെ വടയാണ് ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ അവിടുന്ന് ആട്ടോ പിടിച്ച് നേരെ ബസ് സ്റ്റാൻഡിൽ വന്നു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അവിടെ കൂടുതലും കൂടെ പ്രൈവറ്റ് ബസ്സാണ് കൂടുതൽ. അപ്പം നേരത്തെ വന്നാൽ തന്നെ 7 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്തുള്ളൂ ബസ്സൊക്കെ. അങ്ങനെ ബസ് ഇറങ്ങി നേരെ പിന്നെ ഓട്ടോറിക്ഷയും പിടിച്ച് നേരെ വീട്ടോട്ട് വന്നു കേട്ടോ. ചേച്ചിയുടെ വീട്ടോട്ട്. പിന്നെ അവിടുന്ന് കട്ടൻ ചായ കുടിച്ചൊരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ മുരുകക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് ക്ഷേത്രത്തിനകത്തൊന്നും ഫോൺ അലോട്ട് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ പിന്നെ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു ഷവർമയും മേടിച്ച് കഴിച്ച് പിന്നെ നേരെ വീട്ടോട്ട് വന്നു. വീട്ടോട്ട് വന്നപ്പോഴത്തെ എല്ലാവരും എല്ലാം നിശ്ചയത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു രാത്രി പിന്നെ മൈലാഞ്ചിയൊക്കെ ഇട്ട് നേരെ കയറി കിടന്ന് രാവിലെയൊക്കെ ആയി. പിന്നെ നമുക്ക് ഫുഡ് മാവും അതുപോലെ തന്നെ കോഴിയുടെ പോട്ടി എന്ന് പറഞ്ഞൊരു കറിയുണ്ട് കേട്ടോ. സ്പെഷ്യൽ കറി, അത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. പിന്നെ ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇന്ന് കയറി കാണുക കേട്ടോ. അങ്ങനെ 11 മണിയൊക്കെ ചെറുക്കൻ്റെ വീട്ടിൽ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് അതുപോലെ തന്നെ മോതിടയിലും അങ്ങനെ ചടങ്ങുമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയൊക്കെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് വൈകുന്നേരം പിന്നെ ഷവർമയും കഴിച്ച് അടുത്ത വീട്ടിൽ കാണാവേ. ബൈ.